ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു K2CSE. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് യൂണിഫിക്കേഷനാണ്. അപ്പോൾ ആ പേരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം യൂണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരേപോലെ, അത് തന്നെയാണ് അർത്ഥം, ഒരേപോലെ ആക്കുക. ഇപ്പം ഞാനിവിടെ ഒരു സെൻറ്റൻസ് എഴുതി, എക്സ് ഓഫ് എ കോമ ബി ഈക്വൽ ടു വൈ ഓഫ് ഇസഡ് കോമ ഡി. ഇതൊക്കെ പ്രെഡിക്കേറ്റ് സെൻറ്റൻസുകൾ എന്ന് നമുക്ക് പറയാം. അപ്പോൾ പ്രെഡിക്കേറ്റ് പാരാമീറ്റേഴ്സ് എന്ന് പറയാം. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. കാര്യം എന്താ? ഇവിടെ എക്സ് ആണ്, ഇവിടെ വൈ ആണ്, ഇവിടെ എ ആണ്, ഇവിടെ ഇസഡ് ആണ്, ഇവിടെ ബി ആണ്, ഇവിടെ ഡി ആണ്. അപ്പോൾ യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവയിനെ യൂണിഫൈഡ് ആക്കുക അല്ലെങ്കിൽ ഈക്വൽ ആക്കുന്നതിനെയാണ് യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഈക്വൽ ആക്കാം? ഇപ്പം ഇത് സപ്പോസ് ഇത് എക്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഈക്വൽ ആക്കാം? ഒന്നുകിൽ എയിനെ ഇസഡ് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ബിയിനെ ഡി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ച് ഇസഡിനെ എ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിയിനെ ബി കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതാണ് സംഭവം. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രെഡിക്കേറ്റ് പാരാമീറ്റർ ഈസ് കോൾഡ് യൂണിഫിക്കേഷൻ. ഈ പറഞ്ഞ പ്രെഡിക്കേറ്റ് പാരാമീറ്റേഴ്സിനും, അതായത് ഈ ടേമുകൾക്കൊക്കെ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ ഫൈൻഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. യൂണിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ടു ഡിഫറെൻറ്റ് ലോജിക്കൽ അറ്റോമിക് എക്സ്പ്രഷൻ ഐഡൻറ്റിക്കൽ ബൈ ഫൈൻഡ് എ സബ്സ്റ്റിറ്റ്യൂഷൻ. എങ്ങനെയാണ് യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള അറ്റോമിക് എക്സ്പ്രഷൻ, മീൻസ് ഒരൊറ്റ എക്സ്പ്രഷൻ. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലോജിക്കൽ അറ്റോമിക് എക്സ്പ്രഷനെ എന്തെങ്കിലും വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഈക്വൽ ആക്കുന്ന പ്രോസസ്സിനെയാണ് യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ കോംപ്ലെക്സ് ആയിട്ട് ചിന്തിക്കരുത്, നമ്മൾ ജസ്റ്റ് കാര്യം മനസ്സിലാക്കി വയ്ക്കുക. യൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പേരിൽ ഓർക്കണം, യൂണിഫൈഡ് ആക്കുക. അപ്പോഴും നിങ്ങൾ എക്സാമിന് കയറുമ്പോൾ ഇതുപോലത്തെ എക്സാമ്പിൾസ് ഓർമ്മ വരണം. എന്തായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞ? അറ്റോമിക് എക്സ്പ്രഷൻസ് തരും, അത് രണ്ടും ഈക്വൽ അല്ല. സോ നമ്മൾ എന്തെങ്കിലുമൊക്കെ സബ്സ്റ്റിറ്റ്യൂഷൻസ് ചെയ്ത് ആ അറ്റോമിക് എക്സ്പ്രഷനെ ഈക്വൽ ആക്കുന്ന പ്രോസസ്സിനെയാണ് യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്താ? ഇതുപോലത്തെ പ്രെഡിക്കേറ്റ് പാരാമീറ്റേഴ്സിന് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊണ്ടുവന്ന് സെയിം ആക്കുന്നതിനെയാണ് യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് പോയിൻറ്റും ക്ലിയർ ആയില്ലേ? അപ്പോൾ എന്താണ് ഒന്നാമത്തെ പോയിൻറ്റ്? ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് എ സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർ പ്രെഡിക്കേറ്റ് പാരാമീറ്റേഴ്സ്. പ്രെഡിക്കേറ്റ് പാരാമീറ്റേഴ്സിന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവരുന്ന പ്രോസസ്സ്, അല്ലെങ്കിൽ യൂണിഫിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് മേക്കിംഗ് ടു ഡിഫറെൻറ്റ് ലോജിക്കൽ അറ്റോമിക് എക്സ്പ്രഷൻ ഐഡൻറ്റിക്കൽ ബൈ ഫൈൻഡ് എ സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പം നമുക്കിവിടെ രണ്ട് കാര്യങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി. ദാറ്റ് ടു ലിറ്ററൽസ് ക്യാൻ ബി മാച്ച്ഡ്. അതായത് നമ്മളിപ്പോൾ രണ്ട് ലിറ്റേഴ്സ്, ലിറ്ററൽ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ഓരോ ക്വാണ്ടിറ്റി എ ബി ഇസഡ് ഡി, ഓക്കെ, ഈ രണ്ട് ലിറ്ററൽസ്, അതായത് ഇപ്പോൾ എയും ഇസഡും മാച്ച് ആണോ എന്ന് നോക്കുക. മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ദാറ്റ് മേക്ക് ലിറ്ററൽ ഐഡൻറ്റിക്കൽ. ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ വന്ന് ആ ലിറ്ററലിനെ ഐഡൻറ്റിക്കൽ ആക്കും. ഓക്കെ, ഇനി ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞുതരാം. ഇപ്പം എനിക്കെന്താ, ഇവിടുത്തെ എയിനെ ഇസഡ് ആക്കിക്കഴിഞ്ഞാൽ എ സെയിം ആവും. അതെങ്ങനെ ഞാൻ എഴുതുമെന്ന് വെച്ചാൽ, എയിനെയാണ് ഇസഡ് ആക്കാൻ പോകുന്നത്. അപ്പം ആരെയാണോ മാറ്റുന്നത് അവരെ അടിയിൽ എഴുതണം, എന്തുകൊണ്ടാണോ മാറ്റുന്നത് അവരെ മുകളിൽ എഴുതണം. ഓക്കെ, അപ്പം ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എ ഇരിക്കുന്നിടത്തെല്ലാം ഇസഡ് ആവും. അപ്പം ആരാണോ പുതുതായിട്ട് റീപ്ലേസ് ചെയ്ത് കയറാൻ പോകുന്നത് അയാളെ മുകളിൽ എഴുതണം. ആരാണോ മാറാൻ പോകുന്നത് അതിനെ അടിയിൽ എഴുതണം. ഓക്കെ, അപ്പം നോക്കിക്കേ, സപ്പോസ് ദെയർ ആർ ടു ഡിഫറെൻറ്റ് എക്സ്പ്രഷൻ. ഇവിടെ രണ്ട് ഡിഫറെൻറ്റ് എക്സ്പ്രഷൻ കൊടുത്തിട്ടുണ്ട്. പി ഓഫ് എക്സ് കോമ വൈയും പി ഓഫ് എ കോമ എഫ് ഓഫ് ഇസഡ് ആണേ. ഓക്കെ, ടു മേക്ക് ദം യൂണിഫൈഡ്, നമുക്കതിനെ യൂണിഫൈഡ് ആക്കാൻ എന്ത് ചെയ്യണം? റീപ്ലേസ് എ ബൈ എക്സ്. ഞാൻ ഈ എയിനെ എക്സ് കൊണ്ട് റീപ്ലേസ് ചെയ്യുന്നു, ആൻഡ് എഫ് ഓഫ് ഇസഡ് ബൈ എ. അപ്പോൾ ഇവിടെ നോക്കിക്കേ, എ ബൈ എക്സ്, അതിൻ്റെ അർത്ഥം എന്തുവാ? ആരാ മുകളിലിരിക്കുന്ന എ ആണ്, ആരാ അടിയിലിരിക്കുന്ന എക്സ് ആണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എ ആവുന്നു. ഇപ്പോൾ എഫ് ഓഫ് ഇസഡ് ബൈ വൈ, അതിൻ്റെ അർത്ഥം എന്തുവാ? ആരാ മുകളിലിരിക്കുന്ന എഫ് ഓഫ് ഇസഡ്, ആരാ അടിയിലിരിക്കുന്ന വൈ ആണ്. അപ്പം എഫ് ഓഫ് ഇസഡ് ഇതാ ഇവിടെ വന്നിട്ട് വൈ ആവും. പിന്നെ ഈ എ ഉള്ളിടത്തെല്ലാം എന്താവും? എക്സ് ആവും, നേരെ തിരിച്ച്. അപ്പോൾ ഇത് സെയിം ആവുമല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് യൂണിഫിക്കേഷൻ. ഇനി നമ്മൾ ഒരു വേരിയബിൾ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യത്തില്ലേ, ആ സബ്സ്റ്റിറ്റ്യൂഷൻ വേരിയബിളിനെ പറയുന്നതാണ് MGU, അല്ലെങ്കിൽ മോസ്റ്റ് ജനറൽ യൂണിഫയർ. ഇത് മറക്കരുത്. ഇപ്പോൾ എന്തിനെ കൊണ്ടാണോ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന വേരിയബിൾ, അതിനെ പറയുന്നതാണ് MGU, അല്ലെങ്കിൽ മോസ്റ്റ് ജനറൽ യൂണിഫയർ. ഇനി നമുക്ക് കണ്ടീഷൻ ഫോർ യൂണിഫിക്കേഷൻ ഉണ്ട്. യൂണിഫിക്കേഷൻ ചെയ്യാനായിട്ട് കുറച്ച് കണ്ടീഷൻ, മീൻസ് രണ്ട് സെയിം ആക്കാനുള്ള കണ്ടീഷൻ. ഞാനിപ്പോൾ ഇത് വായിക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റും എന്താണ്? ആ സിമ്പിൾസ് സെയിം ആയിരിക്കണം അല്ലേ? അതുപോലെ രണ്ട് എക്സ്പ്രഷനിലുമുള്ള നമ്പേഴ്സ് ഓഫ് ആർഗ്യുമെൻറ്റ്സ് സെയിം ആയിരിക്കണം. അതായത് ഇപ്പം എക്സ് ഓഫ്
എ കോമ ബി ആണെങ്കിൽ ഇവിടെ വന്നിട്ട് വൈ ഓഫ് എ കോമ അല്ലെങ്കിൽ ഇസഡ് കോമ ഡി കോമ സി കോമ എഫ് എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. കാര്യം നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് ഡിഫറെൻ്റാണ്. ഇവിടത്തേത് 2ഉം ഇവിടെ വന്നിട്ട് ഒരുപാട് കൂടുതലാണ് 4. അപ്പോൾ ഇത് പറ്റത്തില്ല. അപ്പോൾ അത് തന്നെയാണ് യൂണിഫൈഡ് ആക്കാനുള്ള കണ്ടീഷൻ. എന്താണ്? ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ സിമ്പിൾസ് സെയിം ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം ഇതുപോലത്തെ ആർഗ്യുമെൻറ്റ്സിൻ്റെ നമ്പർ 2 എക്സ്പ്രഷനിലും ഐഡൻറ്റിക്കൽ ആയിരിക്കണം, ഒരേപോലെ ആയിരിക്കണം. അതാ പറയുന്നത് കണ്ടീഷൻ ഫോർ യൂണിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ പ്രെഡിക്കേറ്റ് സിമ്പിൾ മസ്റ്റ് ബി സെയിം ആൻഡ് നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് ഇൻ ബോത്ത് എക്സ്പ്രഷൻ മസ്റ്റ് ബി ഐഡൻറ്റിക്കൽ. ഓക്കെ, ഇനി യൂണിഫിക്കേഷൻ ഒരു കുഞ്ഞ് അൽഗോരിതം ഉണ്ട്. 2 സ്റ്റെപ്പേ ഉള്ളൂ. ശ്രദ്ധിച്ചിരുന്ന ഈ വീഡിയോയിലൂടെ തന്നെ മനസ്സിലാവും. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇനിഷ്യലൈസ് ദ സബ്സ്റ്റിറ്റ്യൂഷൻ സെറ്റ് ടു ബി എം ടി. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സെറ്റിനെ എം ടി ആക്കി വെക്കണം. അതായത് നമ്മൾ ഇനിഷ്യലി സബ്സ്റ്റിറ്റ്യൂഷനൊന്നും ചെയ്യാൻ പാടില്ല. ജസ്റ്റ് നമ്മളത് നോക്കുക, എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പറ്റുമോ, അതാണ് ഫസ്റ്റ്. അതായത് സബ്സ്റ്റിറ്റ്യൂഷനൊന്നും ചെയ്യാൻ പാടില്ല. സബ്സ്റ്റിറ്റ്യൂഷൻ സെറ്റിനെ എം ടി ആക്കി വെക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? റിക്കേഴ്സീവ്ലി യൂണിഫൈ അറ്റോമിക് എക്സ്പ്രഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഓരോ തവണയായിട്ട് റിക്കേഴ്സീവ്ലി വീണ്ടും നമ്മൾ അറ്റോമിക് എക്സ്പ്രഷനെ യൂണിഫൈ ചെയ്യണം. അപ്പോൾ ഈ 2 സ്റ്റെപ്പും നമ്മുടെ മൈൻഡിൽ ഓർത്ത് വയ്ക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചാടിക്കയറി സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാൻ പാടില്ല. ആദ്യമേ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ സെറ്റിനെ എന്താക്കി വെക്കണം? എം ടി ആക്കി വെക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ റിക്കേഴ്സീവ്ലി വീണ്ടും എന്ത് ചെയ്യണം? യൂണിഫൈ ചെയ്യണം ആ അറ്റോമിക് എക്സ്പ്രഷനെ. അപ്പോൾ ഈ 2 സ്റ്റെപ്പും മറന്നു പോകരുത്. ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ സെറ്റിനെ എം ടി ആക്കി വെക്കണം. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഈ അറ്റോമിക് എക്സ്പ്രഷനെ റിക്കേഴ്സീവ്ലി യൂണിഫൈ ചെയ്യണം. ഇനി ഇതിൻ്റെ അകത്ത് 2 സബ് കണ്ടീഷനും ഉണ്ട്. ആ സബ് കണ്ടീഷൻ്റെ അകത്ത് വീണ്ടും ഒരു 3 സബ് കണ്ടീഷനുണ്ട്. സിമ്പിളാണേ. ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ട? യൂണിഫൈ ആക്കാൻ പോകുന്നത് ചെക്ക് ഫോർ ഐഡൻറ്റിക്കൽ എക്സ്പ്രഷൻ മാച്ച്. ഒരേപോലെ മാച്ച് ചെയ്യാൻ പറ്റുന്ന എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുക. ഓക്കെ, ഇഫ് വൺ എക്സ്പ്രഷൻ ഈസ് എ വേരിയബിൾ വി ഐ ആൻഡ് അതർ എക്സ്പ്രഷൻ ഈസ് എ ടേം ടി ഐ വിച്ച് ഡസ് നോട്ട് ഹാവ് എ വേരിയബിൾ വി ഐ. സപ്പോസ് നമ്മൾ എന്താണ്, ഒരു എക്സ്പ്രഷനിൽ വേരിയബിൾ വി ഐ ആണ് കിടക്കുന്നത്, മറ്റേ എക്സ്പ്രഷനിൽ ഒരു ടേം ടി ഐ ആണ് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യുന്നു? ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ ഐഡൻറ്റിക്കൽ എക്സ്പ്രഷൻസ് ഉണ്ടാകുന്ന നോക്കും. അപ്പോൾ ഏതോ ഒരു എക്സ്പ്രഷനിൽ ഒരെണ്ണം വേരിയബിൾ വി ഐയും ഒരെണ്ണം വേരിയബിൾ ടി ഐയും ആണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേതേനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് അതെവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ എന്താ? സബ്സ്റ്റിറ്റ്യൂട്ട് ടി ഐ ബൈ വി ഐ. അതായത് വി ഐ കിടക്കുന്ന സ്ഥാനത്തെല്ലാം ടി ഐ ആക്കുന്നു. എന്നിട്ട് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ ലിസ്റ്റ് എം ടി ആക്കി വെച്ചില്ലേ, അതിലോട്ട് ഇത് ആഡ് ചെയ്യുന്നു. സോ അപ്പോൾ എവിടെയൊക്കെ വി ഐ കിടക്കുമോ അവിടെയെല്ലാം ടി ഐ ആവും. Okay, if both the expression are function, the function must be similar and the number of argument must be same in the both expression. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ 2 ഫംഗ്ഷൻ ആണെങ്കിൽ, അതായത് ഇപ്പം ഒന്ന് എക്സ് ഓഫ് എ ബിയും ഒന്ന് വൈ ഓഫ് എ ബി സി ഡി ഇ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇത് 2 ഫംഗ്ഷനാണ്. അപ്പോൾ 2 ഫംഗ്ഷൻ ആണെങ്കിൽ എന്തൊക്കെ സെയിം ആയിരിക്കണം? ദ ഫംഗ്ഷൻ നെയിം മസ്റ്റ് ബി സിമിലർ. ഇവിടുത്തെ ഫംഗ്ഷൻ എസ്സും ഇവിടുത്തെ ഫംഗ്ഷൻ വൈയും. അപ്പോൾ ഇത് പറ്റത്തില്ല. ആൻഡ് ദ നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സ് മസ്റ്റ് ബി സെയിം ഇൻ ബോത്ത് എക്സ്പ്രഷൻ. ഇവിടെ 2ഉം ഇവിടെ വന്നിട്ട് 4ഉമാണ്, അതും സെയിം അല്ല. അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ അൽഗോരിതം പറയുന്നത് എന്താണ്? ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷന് വേണ്ടിയുള്ള സെറ്റ് എം ടി ആക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? റിക്കേഴ്സീവ്ലി നമ്മൾ യൂണിഫൈ ചെയ്യണം. ആദ്യം മാച്ച് ആയിട്ടുള്ള ഐഡൻറ്റിക്കൽ എക്സ്പ്രഷൻ കണ്ടെത്തണം. അങ്ങനെ നമ്മളൊരു എക്സ്പ്രഷൻ കണ്ട് ഒരെണ്ണത്തിൽ വേരിയബിൾ വി ഐയും മറ്റൊന്നിൽ വേരിയബിൾ ടി ഐയും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എവിടെയൊക്കെ ടി ഐ കാണുന്നു അവിടെയെല്ലാം വി ഐ കൊണ്ട് റീപ്ലേസ് ചെയ്യണം. എന്നിട്ട് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ സെറ്റിൽ ആഡ് ചെയ്യണം. എന്നാലേ വീണ്ടും വരുമ്പം ഇതൊക്കെ റീപ്ലേസ് ആയി പോകുള്ളൂ. പിന്നെ നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ട? 2 എക്സ്പ്രഷൻ ആണെങ്കിൽ ഫംഗ്ഷൻ നെയിമും പിന്നെ എന്തോ പറയുന്നത്, അതിൻ്റെ അകത്തുള്ള നമ്പർ ഓഫ് ആർഗ്യുമെൻറ്റ്സും സെയിം ആയിരിക്കണം. അപ്പോൾ ഇത് ഇത്രയാണ് യൂണിഫിക്കേഷൻ ചോദിച്ചാൽ എഴുതേണ്ട. ഇനി അതിൻ്റെ ഒരു ചെറിയ എം ജി യു അല്ലെങ്കിൽ മോസ്റ്റ് ജനറൽ യൂണിഫയർ കാണുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അത് നെക്സ്റ്റ് വീഡിയോയിൽ പറഞ്ഞുതരാം.